അപ്പോൾ ഞങ്ങൾ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം കോട്ടയത്തേക്ക് പോകണേട്ട്. അവിടെ ഇനിയിപ്പോൾ ചെറിയ പണിയെന്ന് പറയാനായിട്ട് ഹാൻഡ് റെയിൽ അടിക്കാനാണ്. അപ്പോൾ ഹാൻഡ് റെയിലാൻ വേണ്ടി പോകണേ. അപ്പോൾ പോണേക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടയർഡായപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറി. പിന്നെ ഞാനാണ് അങ്ങോട്ട് ആദ്യം ഓടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ ഓടിപ്പിച്ചേ. നല്ല സ്ഥലങ്ങളൊക്കെയാണ് അവിടെ. നല്ല സ്ഥലമാണ് കാണാൻ, നല്ല രസമാണ്. നിശബ്ദമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒച്ചപ്പാടും പാടില്ല, നമ്മുടെ ഭാഗത്ത് പോലത്തെ ഒച്ചപ്പാടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഷീറ്റ് വണ്ടി നിറക്കുന്നത് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടാന്ന് പറഞ്ഞു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിലിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് കാണിച്ചത്. അപ്പം പിന്നെ ഇരുട്ടത്ത് ഞങ്ങൾ പോകണമെന്നുണ്ടല്ലേ, വഴിയൊക്കെ ഇരുട്ടായിക്കൊണ്ടല്ല. ആ വീഡിയോ കൂടി ദിവസം കാണിച്ചു കേട്ടോ ഇതിൽ. നല്ല സ്ഥലങ്ങളാണ് അവിടെ. വെള്ളച്ചാട്ടം വെള്ളം ഒഴുക്കും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പോലെ. കോട്ടയത്ത് എന്ന് പറയുമ്പോൾ അതിലുള്ള ഇതാണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ടൂർ പോയാലും പണിക്കുമ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്തി. അപ്പോൾ അവിടെ ഹാൻഡ് റെയിൽ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഹാൻഡ് റെയിൽ നിൽക്കുമ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴയാണ്. ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പുറത്ത് ഓപ്പൺ ഏരിയ ഉണ്ടായില്ലേ, ആ ഓപ്പൺ ഏരിയയിൽ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. അന്ന് തന്നെ വൈകുന്നേരം തീർത്ത് പോകാമെന്ന് ചോദിച്ചു, പക്ഷെ തീർന്നില്ല. പിറ്റേ ദിവസം ഞങ്ങൾ തീർത്ത്. പിന്നെ ഫിനിഷിംഗ് ആയിട്ട് ഫുള്ളുള്ള വർക്ക് വീഡിയോ എന്താ കാണിച്ചേട്ടാ. ഫുള്ള് പെണ്ണ് അടുത്ത് തന്നെ ചങ്ങലൊക്കെ ഇട്ടില്ല. അവിടെ എവിടെ താഴത്തും ചങ്ങലൊക്കെ ഇട്ട വീഡിയോ. പിന്നെ ഷീറ്റ് ഇറക്കണ വീഡിയോ. പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് പൊറോട്ട ഉണ്ടാവും അവിടെ. ചെയ്യുമ്പോൾ കാണിച്ചാലോ ഷീറ്റ് ഇറക്കണത്. ഇത് വണ്ടിയിൽ നിന്ന് വന്നേക്കണേ, തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കണേ. ഷീറ്റ് ഇറക്കണ വീഡിയോ ലാസ്റ്റ് ഇടാന്ന് ഞാൻ ഒന്ന് പറയണ്ടായി. ഞാനപ്പോൾ ഞങ്ങൾ ഇറക്കുന്നത് രണ്ടുപേരും മേളിൽ എടുക്കുന്ന കൈമാറും. അപ്പം എന്നാരോട് കൂടെ പിന്നെ ഇത് ലാസ്റ്റ് വെച്ചാൽ ഞാൻ വഴി ഇരുട്ടാന്നില്ല. ആ വഴി കണ്ടോട്ടോ. രാത്രി മൊത്തം നല്ല കൂരാക്കൂരി ഇട്ട. പകല് കുഴപ്പമില്ല, പകല് കാണുന്നില്ല. രാത്രി ആകുമ്പില്ല, പോസ്റ്റ് ലൈറ്റ് ഒന്നുമില്ല. ആയ 1-2 ലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 1-2 പോസ്റ്റ് ലൈറ്റ് ഉണ്ടാവും. ഇതതിനിടെ ഇടാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സ്ഥലം കിട്ടിയില്ല. വീഡിയോസ് എൻ്റെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അനിയന് സെൻഡ് ചെയ്തുകൊണ്ടേ രണ്ടാമത് ഞാൻ ഇടാന്ന് ഞാൻ പറയണ്ടായി. ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ രാത്രി പോകുന്ന വീഡിയോ ആണ്. ടോർച്ച് അടിച്ചാൽ മാത്രമേ കത്തുള്ളൂ. വഴി മൊത്തം ഇരുട്ടാണേ. 1-2 പോസ്റ്റ് ലൈറ്റ് ഇതിലുണ്ടെങ്കിൽ മാത്രം ടോർച്ച് കത്തി കഴിഞ്ഞാൽ ഫുള്ളും കൂരാക്കൂരിട്ടാണ്. പാമ്പ് വന്നാൽ പോലും കാണാൻ പറ്റില്ല. ഒരു പാമ്പ് ചത്രം കാണിച്ചാൽ കേട്ടോ, വീഡിയോ ഉണ്ടല്ലോ കാണിച്ചാലേ. വണ്ടി വന്നാൽ വെളിച്ചം കിട്ടും. പോസ്റ്റ് ലൈറ്റ് ഉണ്ടോ നോക്കി, ഒരു വെളിച്ചം പോലും കാണില്ല. അത്രയൊക്കെ കൂരാക്കൂരി വണ്ടി ഉണ്ടോ. പിന്നെ ഒരു വണ്ടി വന്നാൽ വെളിച്ചം കിട്ടും. അല്ല 1-2 ഓട്ടോറിക്ഷ പോവും, കാറും പോവും.
ഒരു ലൈറ്റ് മൊത്തം കൂര പോയിട്ട് ഇവിടെ കാണാണ് പോസ്റ്റ് തട്ടിക്കൊണ്ടുപോയി അറിയോ പുറമേ കണ്ടല്ലോ. ഒരു പോസ്റ്റ് ലൈറ്റ് അവിടെ കുറേ പോകണം. പോകാൻ കാരണം ചില ഫസ്റ്റ് ദിവസം വന്നപ്പോൾ നമ്മുടെ കൂട്ടാന് പനി അടിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അവന് മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി നടന്ന് പോയിട്ട് വരെ കാര്യമില്ല. ഓട്ടോറിക്ഷ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ നടന്നു പോയിട്ട് തിരിച്ച് മരുന്നൊക്കെ മേടിച്ചാൽ വന്നത്. പിന്നെ അവസാനം ഞങ്ങളുടെ തീർത്ത് പോണേ തീർന്നിട്ടാ. പാമ്പിൻ്റെ വീഡിയോ കാണിച്ചേട്ടാ. പാമ്പ് അവസാനം ഒരു വണ്ടി കയറിയിട്ടേ ചത്രങ്ങ വീഡിയോ കാണിച്ചേട്ടാ. ലാസ്റ്റാണ്. ഇതാണ് ഒരു പാമ്പ് തലയിൽ കൂടി കയറി ചത്തിറങ്ങണേ.